ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇപ്പോൾ ഇന്നത്തതും എന്നതും പോലെ തന്നെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്തേക്കണേ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ എത്തും. എന്നെക്കൊണ്ട് മറക്കാതെ ലൈക്കും കൂടി ചെയ്തേക്കണേ. ഇനിയിപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഇനിയിപ്പം ഇന്നത്തെ ദിവസം ഇതാ രാവിലെ തന്നെ ഞാൻ മോർണിംഗ് വീഡിയോ ഇടാൻ കരുതിയിട്ട് അതെടുക്കലാണ് കേട്ടോ, വീഡിയോ എടുക്കലാണ്. പിന്നെ ഇന്ന് മഞ്ഞും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നല്ലോണം മഴ മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ടൈം ഒരു 7 മണിയെല്ലാം ആയിക്കുണ്ട്, പക്ഷേ എന്തോ ഒരു കാലാവസ്ഥയാണ്. പിന്നെ അവിടെ JCB എല്ലാം വന്നിട്ടുണ്ട്, എന്തോ മണ്ണെല്ലാം നിരത്താൻ. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം നിന്ന് കേട്ടോ. അത് ചെറുതിലാണെങ്കിലും വലുതിലാണെങ്കിലും ഇങ്ങനെ JCB ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ കാണാൻ നമുക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം നിന്ന്. പിന്നെ എപ്പോഴും ഇങ്ങനെ ഈ ഒരു മോർണിംഗ് വീഡിയോ ഇടുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എഡിറ്റെല്ലാം ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ഈ എന്താ ഇടുക എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും കേട്ടോ. അതിനെക്കൊണ്ടാണ് ഇങ്ങനെ രാവിലെ തന്നെ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇടുന്നത്. ഇനിയിപ്പം കുക്കിംഗ് എല്ലാം തുടങ്ങണം. ഇന്ന് നാസ്തയ്ക്ക് ഞാൻ ഓട്ടടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് പച്ചരി പിന്നെ ഇന്നലെ പുതിർത്തിയെല്ലാം വെച്ചിരിക്കുന്നു. അപ്പോൾ അത് കേക്കിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി കൂട്ടിയിട്ട് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടെടുക്കും കേട്ടോ. ഇത് സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു രീതി. അല്ലാതെ തേങ്ങയിടും വലിയ ജീരകമെല്ലാം ഇട്ടിട്ട് ഈ അരീൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് അരക്കുന്നതുണ്ട് കേട്ടോ. ഞാനിപ്പം ഈ ഒരു രീതിക്കാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഉള്ളിയില്ലേ അതുകൂടി കട്ടാക്കിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഓട്ടടക്കുള്ള കറി ഓൾറെഡി എനിക്ക് ഉണ്ട് കേട്ടോ, ഇന്നലത്തെ കറി ഉണ്ടേന്. അപ്പം അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഞാനും മോനും മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഇങ്ങനെ കുക്കിംഗ് എല്ലാം ചെയ്യാൻ ജസ്റ്റ് ഇങ്ങനെ മടിയെല്ലാം ഉണ്ട് കേട്ടോ. ഉപ്പെല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും കറിയെല്ലാം ഉണ്ടാക്കും. ഇനിയിപ്പോൾ ഇതാ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്നപ്പം മാവ് അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് അടച്ചു വെക്കലാണ് കേട്ടോ. നല്ല കറക്റ്റ് ഓട്ടട തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല പഞ്ഞി ഓട്ടട തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഓട്ടട ചുട്ടെടുക്കലാണ്. ബാക്കി അതേപോലെ ഫ്രിഡ്ജിൽ കയറ്റും, എന്നിട്ട് വൈകുന്നേര സമയത്ത് ചുടും. ഇനിയിപ്പം ഞാൻ നാസ്ത കഴിക്കലാണ് കേട്ടോ. ഞാൻ മോനെ കാത്തിക്കുന്നില്ല, ഓൻ എണീച്ചിക്കില്ല, അതിനെക്കൊണ്ട് ഓനെ കാത്തിക്കുന്നില്ല കേട്ടോ. ഞാൻ നാസ്ത കഴിക്കലാണ്. കാരണം എനിക്കിന്ന് കുറച്ചധികം ക്ലീനിങ്ങും പരിപാടി എല്ലാം ഉണ്ട്. അതിനെക്കൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് കേട്ടോ. ഇനിയിപ്പം എടുക്കുന്ന ഒരു വീഡിയോ ഓൻ എണീച്ച് ഓനക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാനിതാ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് ചോറിനുള്ള വെള്ളമെല്ലാം ഒന്ന് വെച്ചിരിക്കണേ. ഇനിയിപ്പം എൻ്റെ ഒരു വീടിൻ്റെ ഉള്ളിൽ ഇതാ ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഉള്ളത്. ഫുൾ അൽക്കുലത്തായിട്ടാണ് കേട്ടോ ഉള്ളത്. വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ് കേട്ടോ അൽക്കുലത്താക്കി ഇടാനുള്ളത്. മോനങ്ങനെ ഒന്നും വലിച്ചേരിയിടുന്ന ടൈപ്പല്ല. ഇങ്ങനെ അൽക്കുലത്താക്കിയിട്ടാലും പിന്നെ ക്ലീനെല്ലാം ചെയ്ത് കാണുമ്പം ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ മനസ്സിന്. ഇനിയിപ്പോൾ ഇതാ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കലാണ്. ഫസ്റ്റ് തന്നെ ഇതാ ടേബിളിൻ്റെ മേലുള്ള ഡ്രസ്സെല്ലാം ഒന്ന് മടക്കി വെച്ചിരിക്കുന്നു കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ടൈമിൽ ഇങ്ങനെ വന്നിട്ട് കുറച്ചായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പം അതെല്ലാം ഇതാ ഓരോന്ന് ഇങ്ങനെ എടുത്തു വെക്കലാണ് കേട്ടോ. പിന്നെ ഈ ഒരു ബുക്ക് ഞാനിങ്ങനെ യൂട്യൂബിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ വേമ്പേ എഴുതി വെക്കുന്ന ഒരു ബുക്കാണ് കേട്ടോ. അതിതാ ഈ ടേബിളിൻ്റെ മേലെ തന്നെയാണ് വെക്കൽ. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ എടുത്ത് മാറ്റുന്നതാണ് ടേബിളിൽ നിന്ന്. എമർജൻസി ആണെങ്കിലും പിന്നെ ഇതാ ഈ ഒരു വയറാണെങ്കിലും എല്ലാം ടേബിളിൻ്റെ മേലിൽ നിന്ന് എടുത്ത് മാറ്റും കേട്ടോ. ഇനിയിപ്പം ടേബിളിൻ്റെ മേൽ വൃത്തിയായില്ലേ. ഇനിയിപ്പം നേരെ ബെഡ്റൂമിലേക്ക്. ബെഡ്റൂം കാണേണ്ട കോലത്തിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പം ഇതാ ഫസ്റ്റ് തന്നെ വിരിയെല്ലാം മാറ്റുന്നുണ്ട്. എന്നിട്ട് ജനലെല്ലാം ഒന്ന് തുറന്നിടും കേട്ടോ. പക്ഷേ എന്നും ഇങ്ങനെ വൃത്തികേടായിട്ടൊന്നുമല്ല കേട്ടോ ഉണ്ടാവുക. എന്തെങ്കിലും ഒരിക്കൽ ഇങ്ങനെ അൽക്കുലത്തായിട്ടുണ്ടാവും, അല്ലാതെ എന്നും ഈ ഒരു കോലത്തിൽ തന്നെ ഉണ്ടാവുന്നില്ല കേട്ടോ.
ഇനിയിപ്പോൾ ഇതാ മോൻ്റെ കുറച്ച് ബുക്കെല്ലാം ഉണ്ടായി ഇവിടെ ബെഡ്മേട്ട്. അത് ഉറങ്ങുമ്പോഴാണെങ്കിലും തിന്നുമ്പോഴാണെങ്കിലും അത് ഓൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം അതെല്ലാം ഒന്ന് എടുത്തു വെക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് ഡ്രസ്സെല്ലാം ഒന്നിങ്ങനെ മടക്കി വെക്കാനുണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് വേഗം ഒന്ന് മടക്കി വെക്കുന്നതാണ്. പിന്നെ എനിക്ക് എണിച്ചപാട് തന്നെ ഇങ്ങനെ റൂമൊന്നും ക്ലീൻ ആക്കിയിടാൻ പറ്റൂല കേട്ടോ. കാരണം മോനെ എണീക്കുമ്പോൾ ലേറ്റ് ആവുമല്ലോ. അതിനെക്കൊണ്ട് എണിച്ചപാടൊന്നും റൂം ഇങ്ങനെ ക്ലീൻ ആക്കിയിടാൻ പറ്റില്ല. അതിനെക്കൊണ്ട് ഓൻ എണീച്ച് നമ്മൾ നാസ്ത പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ക്ലീൻ ആക്കിയിടൽ. ഇനിയിപ്പോൾ ഇതാ റൂമിലെ ബെഡ്ഷീറ്റും പുതപ്പും എല്ലാം ഒന്ന് തട്ടിക്കുറഞ്ഞിട്ടൊന്ന് വിരിച്ചിട്ട് ഇടലാണ്. ഇനിയിപ്പോൾ ഇതാ റൂമെല്ലാം ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പം ആഴ്ചയിൽ ഒരിക്കൽ ഞാനിതാ ഇതേപോലെ അൽമാറിൻ്റെ മേലെ ഭാഗമെല്ലാം പൊടിയെല്ലാം ഒന്ന് തട്ടിയെടുക്കും കേട്ടോ. എന്നൊന്നും തട്ടൂല, ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കലെല്ലാം ഇങ്ങനെ തട്ടിയെടുക്കലാണ്. അങ്ങനെ ടോട്ടലി അൽമാറ ഫുള്ളൊന്ന് തുടച്ചിട്ടെടുക്കും. ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് റൂമും കൂടി ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. എൻ്റെ കൂടെ തന്നെ അയാനും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ തൽക്കാണിയും പുതപ്പെല്ലാം എടുത്തിട്ട് ഓൻ്റെ ആ ഒരു കാറിൻ്റെ മേലെയാണ് കൊണ്ടുപോയിട്ട് ഇടൽ. അപ്പം ഓനത് ആ പുതപ്പിലെല്ലാം ഇങ്ങനെ കളിച്ചുകൊണ്ടുള്ളതാണ്. ഞാൻ ചോദിച്ചിട്ട് തരുന്നേ ഉണ്ടായിക്കില്ല. പിന്നെ എന്തെല്ലോ പറഞ്ഞിട്ടാണ് കേട്ടോ തന്നത്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചോറ് മാത്രം വെച്ചാൽ മതിയേനു. അതിനെക്കൊണ്ടാണ് ഇങ്ങനെ വേഗം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഈ റൂമും ഏകദേശം ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ലിവിങ് ഹാളിലോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് മോൻ വന്നിട്ട് കർട്ടനെല്ലാം ഇങ്ങനെ നീക്കിയിട്ടുണ്ടായിട്ടോ. അവനക്ക് JCB നോക്കണം എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഇങ്ങനെ നീക്കിയിട്ടേക്കേനു. ഇനിയിപ്പോൾ ഇതാ ടീപ്പോയെല്ലാം ഒന്ന് തുടച്ചെടുക്കണം. അതേപോലെ തന്നെ ജനലിൻ്റെ സൈഡെല്ലാം അത്യാവശ്യം നല്ലപോലെ തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എത്ര പെട്ടെന്ന് ആ അടിയിലിങ്ങനെ പൊടിയെല്ലാം പിടിക്കുക. അപ്പം അതെല്ലാം ഒന്ന് തുടച്ചിട്ട് എടുക്കലാണ്. ഇനിയിപ്പം ഇതാ ഞാൻ ആഴ്ചയിൽ ഒരിക്കലെല്ലാം ചെയ്തു വരുന്നൊരു കാര്യമാണ് കേട്ടോ. അതാ ഈ സോഫേൻ്റെ ഈ ഒരു ഭാഗമില്ലേ, അത് ഞാനിതാ എടുത്തിട്ട് ഇങ്ങനെ മാറ്റും. എന്നിട്ട് അടിയെല്ലാം ഇങ്ങനെ അടിച്ചാരി എടുക്കും കേട്ടോ. അത് ആദ്യം 2 ദിവസമെല്ലാം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നു. അപ്പം ഇങ്ങനെ അത് വലിക്കും തോറും അതിൻ്റെ മേലെയുള്ള ആ പലകല്ലേ അവിടുത്തെ ആണിങ്ങനെ ഇളകാൻ തുടങ്ങിയിട്ടോ. അപ്പം ഞാനത് 2 ദിവസം എന്നുള്ളത് ആഴ്ചയിലേക്കാക്കി കേട്ടോ. ആഴ്ചയിൽ ഇങ്ങനെ അടിച്ചു വരുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മോൻ്റെ ചെറിയ ചെറിയ കളിസാനമൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വീഴും കേട്ടോ. അപ്പം അതെല്ലാം ഉണ്ടാവുമേ. ഇതിപ്പം ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതെല്ലാം വേഗം ഒന്ന് തട്ടിയിട്ട് എടുക്കലാണ്. ഇതിപ്പോൾ ഇതാ ഈ സൈഡ് അടിച്ചാരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേപോലെ തന്നെ ആ ഒരു എന്താ പറയുക ഇപ്പം അതിന് സെറ്റില്ലേ, ആ ഒരു സാധനം അങ്ങോട്ടേക്ക് തന്നെ വെച്ച് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ സൈഡും അതേപോലെ തന്നെ അടിച്ചാരിയിട്ട് എടുക്കലാണ് കേട്ടോ. അപ്പം അതിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. മോൻ്റെ ചെറിയ 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 കളിസാധനം കുറേ ഉണ്ട് കേട്ടോ. അപ്പം ഓനെ അതെല്ലാം അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് പെറുക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഓൻ കണ്ടിക്കില്ലേൽ അതെല്ലാം ഇങ്ങനെ അടിച്ചു വാരിയിട്ട് കളയലാണ് കേട്ടോ. പക്ഷെ ഓനത് കാണുകയും ചെയ്ത് എന്നിട്ട് ഓനത് എടുത്ത് കൊണ്ടുപോകലാണ്. അടിച്ചു വാരുമ്പം അങ്ങോട്ടേക്ക് വരലേ എന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നേ ഇല്ല കേട്ടോ. ഓൻ്റെ കളിസാനം എന്ന് പറഞ്ഞിട്ട് ഓനതെല്ലാം പെറുക്കിയിട്ട് പോകുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ലിവിങ് ഹാള് ഇവിടെ എല്ലാം സോഫേൻ്റെ അടിയെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് ആ ഒരു സാധനം അവിടെ തന്നെ ഒന്ന് വെച്ചെടുക്കലാണ്. എന്നിട്ട് സോഫ എല്ലാം ഒന്ന് കറക്റ്റ് ഒന്ന് സെറ്റാക്കിയിട്ട് ഇടുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു കോർണർ ഏരിയയും കൂടി ഒന്ന് മാറാലിലൊന്ന് തട്ടിയിട്ട് അടിച്ചാരി എടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു സ്പേസിലാണ് കേട്ടോ ഓൻ്റെ കളിസാനെല്ലാം വെച്ചിട്ടുള്ളത്. ഒരു ഷോപ്പറിലാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് എടുത്തിട്ട് അടെല്ലാം ഒന്ന് തട്ടിക്കൊട്ടിന് അടിച്ചു വരുന്നുണ്ട് കേട്ടോ. അവിടെ അങ്ങനെയൊന്നും അടിച്ചു വരില്ല. കാരണം ഫുൾ ഓൻ്റെ കളിസാനം അവിടെ വെക്കുന്നതും കൊണ്ട് ഒരു 2-3 ദിവസമെല്ലാം കൂടുമ്പോഴാണ് അവിടെ അടിച്ചു വരുള്ളത്. പിന്നെ ഫുള്ള് എന്താ പറയുക ആക്രിക്കടക്കാർക്ക് കൊടുക്കാനായിന് കേട്ടോ ഓൻ്റെ കളിസാനം. എന്നാലും ഓനിങ്ങനെ കളയാനൊന്നും വിടൂല. അപ്പം അതെല്ലാം എടുത്തിട്ട് അടിലൊന്ന് അടിച്ചായിരുന്നാണ്. ഞാൻ അടിച്ചു വരുന്ന സമയത്ത് അയാന് വരുന്നുണ്ട് കേട്ടോ. ഓൻ്റെ എന്തെങ്കിലും കളിസാനം ഞാൻ എടുത്ത് ചാടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഓനിങ്ങനെ എല്ലാം ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്.
ഇനിയിപ്പോൾ ഇതാ ലിവിങ് ഹാളും ഒന്ന് അടിച്ചാരിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ബാക്കിയുള്ള എല്ലാ ഏരിയയും അടിച്ചാരി എടുത്തിട്ടുണ്ട്. എനിക്കിതാ ഇത്ര വേസ്റ്റാണ് കേട്ടോ ഇന്ന് കിട്ടിയിട്ടുള്ളത്. അത് വീക്കിലിയുള്ള ഒരു ക്ലീനിങ് പോലെ ഞാൻ ചെയ്തു വരുന്നതാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വേസ്റ്റ് എല്ലാം ഉണ്ടേനെ. ഇനിയിപ്പോൾ ഇത് അടിച്ചാരലെല്ലാം കഴിഞ്ഞപ്പം ഞാനിതാ വാഷ് ബേസ് ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. വാഷ് ബേസ് കഴുകിയിട്ട് 2 ദിവസമായി. എൻ്റെ മുന്നത്തെ വീഡിയോസിലെല്ലാം ഞാൻ പറയലുണ്ട് ഞങ്ങളത് അങ്ങനെ ഉപയോഗിക്കലില്ല എന്ന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 ദിവസമെല്ലാം കൂടുമ്പോൾ കഴുകിയാലും മതി. ഞാനിത് ഒരു സോപ്പും പൊടി ഇട്ടിട്ടാണ് കേട്ടോ കഴുകുന്നത്. ഇനിയിപ്പോൾ ഇതാ വാഷ് ബേസ് എല്ലാം ഒന്ന് വേഗം കഴുകിയിട്ടെടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ ആടെ ഞാനൊരു പ്ലാന്റ് നട്ടിട്ടുണ്ട് കേട്ടോ. അതൊരു ബാമ്പു ആണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കങ്ങനെ ചെടികളെ കുറിച്ച് അത്ര വലിയ പിടുത്തമൊന്നുമില്ല. അപ്പം അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുപ്പിയെല്ലാം ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു പൊരൽ വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ഇങ്ങനെ ചെടിയെല്ലാം ഇങ്ങനെ നടാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് തന്നെ. അതിൻ്റെ മുന്നേ ഞാൻ ചെടി എന്താ സംഭവം തന്നെ എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ ഇതാ വാഷ് ബേസ് എല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാ ഏരിയ ഒന്ന് തുടച്ചിട്ടെടുക്കലാണ്. പിന്നെ ഇന്ന് സ്റ്റെയറും കൂടി തുടക്കേണ്ട ഒരു ദിവസമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാ ഏരിയ ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചിട്ടെടുക്കലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഉള്ളിലെ ക്ലീനിങ്ങും പരിപാടി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ സിറ്റ് ഔട്ട് ഒന്ന് നല്ലോണം ക്ലീൻ ആക്കാൻ കരുതിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മളിതിങ്ങനെ റോഡിനോട് ചേർന്നിട്ട് തന്നെ വീടായതുകൊണ്ട് ഇങ്ങനെ വേഗം പൊടിയെല്ലാം വന്നിട്ട് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ അടിഞ്ഞു കൂടും കേട്ടോ. അതിനെക്കൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതേപോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കലുണ്ട്. ഞാനിപ്പം ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ആക്കുന്നതിന് മുന്നേ സോപ്പും പൊടിയും ഇട്ടിട്ട് ഒന്ന് മോപ്പ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിക്കേനു കേട്ടോ. എന്നിട്ട് ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് വൈപ്പർ വെച്ചിട്ട് ആ വെള്ളമെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കലാണ്. സോപ്പും പൊടിയെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ തുടക്കുന്നത് വീഡിയോ റെക്കോർഡായി എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷേ എഡിറ്റ് ആക്കുന്ന ടൈമിലാണ് അത് റെക്കോർഡ് ആയിക്കില്ല എന്ന് കണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അയാനും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ എന്താണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഓനക്കും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നതാണ് കേട്ടോ. അതിനെക്കൊണ്ട് ഞാനിങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ സോപ്പും പൊടിയെല്ലാം ഇട്ടത് കൊണ്ട് ഓനെ ഇങ്ങനെ കയറ്റിയില്ല, സിറ്റ് ഔട്ടിലോട്ട് കയറ്റിയില്ല കേട്ടോ. അപ്പം ഓൻ അതിന് ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് പൈപ്പ് തുറന്നിട്ട് വെള്ളമെല്ലാം ഇങ്ങനെ കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം ഓനൊന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തലാണ്. ഇനിയിപ്പോൾ ഇതാ സിറ്റ് ഔട്ടിലെ വെള്ളമെല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 12 മണിയെല്ലാം ആകുമ്പോൾ തന്നെ എൻ്റെ പണിയും കാര്യങ്ങളും എല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസ് എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.